നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സ്വാദുള്ള കപ്പപ്പുഴുക്ക് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ്. ഇതിലേക്കായി 1 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. പൊടിയുപ്പാണെങ്കിലും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കപ്പ കഷ്ണങ്ങളുടെ ഏകദേശം ഒപ്പം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാൽ മാത്രമേ കപ്പ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഇനി ഇത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. സ്റ്റൗവിൽ കൂടിയ തീയിൽ 2 വിസിൽ മതിയാകും. അടുത്തതായി അരപ്പിലേക്ക് ആവശ്യമായവ തയ്യാറാക്കാം. തേങ്ങ ചിരകിയത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവുള്ള കാന്താരി മുളക് 15 എണ്ണം ഇട്ട് കൊടുക്കുന്നു. ഈ മുളകിന് നല്ല രുചിയും മണവും ഉണ്ടായിരിക്കും. എരിവും കൂടുതലായിരിക്കും. ചെറിയ മുളകായതുകൊണ്ടാണ് എണ്ണം കൂടുതലെടുത്തത്. വലിയ പച്ചമുളകാണെങ്കിൽ 5ഓ 6ഓ മതിയാകും. പിന്നീട് 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി അരച്ച് മാറ്റി വയ്ക്കാം. ഇനി കുക്കർ തുറന്നു നോക്കാം. കപ്പ വെന്തിട്ടുണ്ട്. കനപ്പുള്ള കപ്പയാണെങ്കിൽ വെള്ളം ഊറ്റിക്കളയണം. ഈ കപ്പ നല്ലതാണ്, അതുകൊണ്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടില്ല. അടുത്തത് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് കൊടുത്താൽ നല്ലപോലെ ഇളക്കി തിളപ്പിക്കണം. ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പും നോക്കാം. ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് സമയം തീ കൂട്ടി വയ്ക്കാം. ഇപ്പോൾ തിള വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. സ്വാദുള്ള കപ്പപ്പുഴുക്ക് റെഡിയായിട്ടുണ്ട്. ഈ കറി കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ കട്ടിയാകും. അത് കനപ്പുള്ള കപ്പയാണോ എന്നറിയണമെങ്കിൽ വേവിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കഷ്ണം കഴിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ മാത്രം വെള്ളം കളഞ്ഞ് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ പുഴുക്ക് ചോറ്, ഫിഷ് കറി, അതുപോലെ ചിക്കൻ, ബീഫ്, മട്ടൻ എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.